വാഴിക്കുന്ന ശുശ്രൂഷയിൽ ഒഴികെ പാത്രിയാർക്കീസിന്റെ സാന്നിധ്യത്തിൽ അംശവടി പിടിക്കാൻ അവകാശമില്ലാത്ത ഒരു മഫ്രിയാൻ കൂടി ജനിച്ചിരിക്കുന്നു. ഞാൻ ചില ചിത്രങ്ങൾ കാണിക്കാം. ഇതിൽ ഒന്നാമത്തെ ഫോട്ടോയിൽ ഏറ്റവും ഇടതുവശത്തിരിക്കുന്നത് പരിശുദ്ധ മോറോൺമാർ ബെസീലിയോസ് പൗലോസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനിയാണ്. അതായത് മലങ്കരയിലെ ഒന്നാം കാതോലിക്ക. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് ഒരു അംശവടിയാണ്. രണ്ടാമതിരിക്കുന്നത് പരിശുദ്ധ മോറാൻ മാർ ഇഗ്നാത്തിയോസ് അബ്ദൽ മശീഹ രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ തിരുമേനിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലും അംശവടിയുണ്ട്. മൂന്നാമതിരിക്കുന്നത് അന്ന് മലങ്കര മെത്രാപ്പോലിത്തയായിരുന്ന ഗീവർഗീസ് മാർ ദിവന്നാസിയോസ് തിരുമേനിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ അംശവടിയില്ല. ഇനി രണ്ടാമത്തെ ഫോട്ടോ മോറാൻ മാർ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ പാത്രിയാർക്കീസും മോറാൻ മാർ ബെസീലിയോസ് ഔഗേൻ പ്രഥമൻ കാതോലിക്കായും ഒരുമിച്ചുള്ളതാണ്. ഇരുവർക്കും പിറകിൽ അംശവടി പിടിച്ച വൈദികർ. ഇത് 1964 കാതോലിക്ക വാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ എടുത്ത ചിത്രമാണ്. ശ്രേഷ്ഠമാർ ബെസീലിയോസ് തോമസ് പ്രഥമൻ പാത്രിയാർക്കീസിന്റെ സാന്നിധ്യത്തിൽ അംശവടി പിടിക്കുവാനുള്ള അധികാരമില്ല. അതാണ് ഒരു മഫ്രിയാനും അതായത് കീഴാളനും കാതോലിക്കായും തമ്മിലുള്ള വ്യത്യാസം. എത്ര വിചിത്രമായ ഒരു തീരുമാനമാണ്. അടിയാനും കുടിയാനും എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെയും. മറ്റു ചിത്രങ്ങളൊക്കെ പരിശോധിക്കുക. ഒന്നിൽ പോലും ശ്രേഷ്ഠന് അംശവടിയില്ല. അവസാനമായി വാഴിച്ച ശ്രേഷ്ഠ മാർ ബെസീലിയോസ് ഔസേപ്പ് പ്രഥമനും പാത്രിയാർക്കീസിന്റെ സാന്നിധ്യത്തിൽ അംശവടി പിടിക്കാൻ അവകാശമില്ലെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുക. എപ്പോഴും പുഞ്ചിരിക്കുന്ന മെത്രാൻ എന്ന അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നത് കേട്ടു. എന്നാൽ ഈ വാഴിക്കൽ ചടങ്ങിൽ അദ്ദേഹം പുഞ്ചിരിച്ചു കണ്ടില്ല. എന്താണ് അതിന് പിന്നിലെ കാരണം? ആ അടിമമുഖം അണിയുന്നതിലെ വൈക്ലഭ്യം അഥവാ പുഞ്ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും നാട്യം മാത്രം. ചരിത്രം പരിശോധിച്ചാൽ ഇതൊന്നും 1972 വരെ മലങ്കര സഭയിൽ ഉണ്ടായിട്ടില്ല. ഒരു പാത്രിയാർക്കീസുമാരുടെ അടുത്തും 1972 വരെ മലങ്കരയിലെ ഒരു കാതോലിക്കയും അംശവടി ഇല്ലാതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അവർ സമന്മാരായിരുന്നു. രണ്ട് സ്വതന്ത്ര സഭകളിലെ സമന്മാരിൽ മുമ്പൻ എന്നൊരു സ്ഥാനം മാത്രമേ അന്ന് വരെ പാത്രിയാർക്കീസിന് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിനിടയിൽ യാക്കോബായ വിഭാഗത്തെ പാത്രിയാർക്കീസ് എങ്ങനെ ചൊൽപ്പടിയിൽ ഒതുക്കി എന്നുള്ളത് ചിന്തിക്കണം. പെരുമ്പള്ളി തിരുമേനി കാലം ചെയ്യുന്നത് വരെ സമാധാനം എന്നാൽ യോജിക്കുക എന്ന അജണ്ടയിലാണ് മുന്നോട്ട് നീങ്ങിയത്. അങ്ങനെ 1995 വിധി അംഗീകരിക്കാൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് സഖാപ്രഥമൻ പാത്രിയാർക്കീസ് പലയാവർത്തി യാക്കോബായക്കാരോട് ആവശ്യപ്പെട്ടു. പക്ഷെ എല്ലാവരും കേട്ടില്ല. അതിന്റെ തുടർ നടപടിയായാണ് യാക്കോബായ വിഭാഗത്തിൽ നിന്നും ഏതാനും മെത്രാന്മാർ ഓർത്തഡോക്സ് പക്ഷത്തേക്ക് വന്നത്. എന്നാൽ ശ്രേഷ്ഠനും കൂട്ടരും യോജിക്കാൻ പാത്രിയാർക്കീസിന് വഴങ്ങിയില്ല. ഇത് തന്നെ ഇരുമ്പ് മുഖം എടുത്ത് പിടലിക്ക് വയ്ക്കാൻ പറ്റിയ സമയമെന്ന പാത്രിയാർക്കീസിന്റെ കൂർമ്മ ബുദ്ധിയിൽ തെളിഞ്ഞു. പിന്നെ അമാന്തിച്ചില്ല. 1997 സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന ഭേദഗതി എന്ന ചെപ്പടി വിദ്യ ഉപയോഗിച്ചു. യാക്കോബായക്കാർ പോലും അറിയാതെ അവിടെയാണ് പണി കൊടുത്തത്. അവരെ ശരിക്കും കീഴാളന്മാരാക്കി. സമനായിരുന്ന കാതോലിക്കാസിനെ കീഴാളനായ മഫ്രിയായാക്കിയ മായാജാലം, കൺകെട്ട് വിദ്യ. ഇവിടെ യാക്കോബായ എന്നത് ഒരു അതിഭദ്രാസനമാക്കി, ശ്രേഷ്ഠനെ അതിന്റെ മെത്രാപ്പോലിത്തയുമാക്കി. വെറുതെയല്ല ശ്രേഷ്ഠൻ ഇരുമ്പ് നുഖം എന്ന കൽപ്പന എഴുതി വിലപിച്ചത്. അത്ര ദയനീയമായിട്ടാണ് യാക്കോബായ വിഭാഗത്തോട് കാണിച്ചത്. ഇപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണെന്ന് മാത്രം. അനുഭവിച്ചു തീർക്കുക മാത്രമല്ല, 1972 വരെ ആത്മീയ സഹോദരനായിരുന്ന കാതോലിക്കയെ മകനാക്കാനുള്ള ശ്രമമാണ് പിന്നീട് നടന്നത്.